ഗുഡ് മോർണിംഗ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ്റെ കാല് ചുടാനാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചത്. ഇതൊരു ചെറിയ മട്ടൻ ഒരു 5 കിലോയുടെ ഒരു മട്ടനാണ്. അതിൻ്റെ ഒരു കാല് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓൾറെഡി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മട്ടൻ്റെ കാലാണിത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ: കൊച്ചുള്ളി, ഇതിപ്പോൾ ഈ ഒരു കാലിനാണ് ഞാൻ പറയുന്നത്. കൊച്ചുള്ളി ഒരു 5 അല്ലി, ഇഞ്ചി ഒരു നല്ല വലിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 6-7 അല്ലി, നാരങ്ങ ഒരു ഹാഫ് പീസ്, കരിയാപ്പല ആവശ്യത്തിന്, വാളംപുളി ഞാൻ ഇതിപ്പം ഓൾറെഡി ഞാൻ മസാല ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ട്. ഈ മിക്സ് എല്ലാം ഇട്ടാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് എടുത്ത് കാണിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഇഞ്ചി ഒരു 1/2 നല്ല മുറി, ഒരു 6 കൊച്ചുള്ളി, ഒരു 6 വെളുത്തുള്ളി, ആവശ്യത്തിന് കരിയാപ്പല. ഇതിനൂടെ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മുടെ വാളംപുളി, മധുരമുള്ള പുളി. ഇതിൻ്റെ അകത്ത് അരയ്ക്കുന്നതിൻ്റെ അകത്ത് അതിൻ്റെ കുരു കളഞ്ഞിട്ട് അരപ്പ് ചേർക്കണം. ഇത് അരച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടി, നാരങ്ങ ഒഴികെ ബാക്കി എല്ലാം കൂടെ കൂടി അരച്ചു വെച്ചിരിക്കുന്ന ആ മസാലയാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഞാൻ എക്സ്ട്രാ ചേർത്തിരിക്കുന്നത് മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു വലിയ ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു വലിയ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി നല്ല ഒരു ചെറിയ ടീസ്പൂൺ. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഈ കാര്യം ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് ഈ പറയുന്ന കാര്യങ്ങളോട് കൂട്ടി അരച്ചു വെച്ച മസാലയാണിത്. ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇഞ്ചി 1/2 മുറി, ചുവന്നുള്ളി ഒരു 5-6 കഷ്ണം, സെയിം വെളുത്തുള്ളി ഒരു 5-6 കഷ്ണം, കരിയാപ്പില ആവശ്യത്തിന്. ഇതിനകത്ത് ചേർക്കേണ്ട ഒരു കാര്യം വാളംപുളി ഒരു നല്ല ഒരു 3 അല്ലി കുരു കളഞ്ഞ് അരയ്ക്കാനായിട്ട് ഇടുക. അതിനുശേഷം അരയ്ക്കുന്ന മിക്സിക്കകത്തോട്ട് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് അരച്ച മിശ്രിതമാണിത്. ഇതിനുശേഷം ഇത് നമ്മൾ വിത്തയിലോട്ട് അരച്ച് പിടിപ്പിക്കുക. ഞാനൊരു 1-2 വരയിടുന്നു, കാരണം ഈ മസാല ഇതിൻ്റെ അകത്ത് പിടിക്കണം. അതിനു വേണ്ടിയാണ്. പിടിച്ചതിന് ശേഷം, വരയിട്ടതിന് ശേഷം കുറച്ച് നാരങ്ങ ആദ്യമേ പിഴിയുക. ഒരു കാര്യം ഞാൻ ഇതിൻ്റെ അകത്ത് പറയാൻ മറന്നു. ഇതിൻ്റെ അകത്ത് ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നാരങ്ങ നല്ലതായിട്ട് ഞാൻ പിഴിഞ്ഞു. നാരങ്ങ പിഴിയുമ്പോൾ ഓർത്തോണം അതിൻ്റെ കുരു മാറ്റി വെക്കുക. കുരു അതിൻ്റെ അകത്ത് ഇതാകരുത്. പിഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുരു ഞാൻ മാറ്റി. അത് കഴിഞ്ഞിട്ട് ഈ മസാല ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് ശരിക്ക് തേച്ച് പിടിപ്പിക്കുക. ഇതിന്റെ മെയിൻ തിങ്, ഇവരുണ്ടാക്കുമ്പോൾ നമ്മളിപ്പം ഇൻ കേസ് നമ്മളിപ്പം ഏതെങ്കിലും ഗ്രില്ല് കടയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്നോ മേടിക്കുമ്പോൾ നമുക്കൊരു പുളി കിട്ടും. ആ പുളി ഏക റീസൺ ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ ചെയ്യുന്ന വാളംപുളിയുടെ രുചിയാണ് നോർമലി അതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വാളംപുളി ഇട്ട് ഇത് അരച്ചിരിക്കുന്നത്. കാരണം ഇത്രയും വലിയ കഷ്ണമാകുമ്പം അകത്ത് പുളിയും ഉപ്പും ചെന്നില്ലെങ്കിൽ നമുക്ക് പച്ച ചവയ്ക്കും. അപ്പൊ ശരിക്ക് ഇത് മസാല പുരട്ടുക. മസാല പുരട്ടിയതിന് ശേഷം ഒരു 30 മിനിറ്റ്സ് ഇത് ഫ്രിഡ്ജിൽ വെക്കുക. അത് മസാല ശരിക്കൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അതിന് ഞാൻ പേപ്പർ ഇത് വെച്ചിട്ടുണ്ട്. അത് പൊതിഞ്ഞാണ് ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ അറിയാം, ഏതാണ്ട് നല്ലതായിട്ട് മസാല പിടിച്ചു കഴിഞ്ഞു. ഇത് 1/2 മണിക്കൂർ പൊതിഞ്ഞ് ഫ്രീസറിൽ വെക്കുക. 1/2 മണിക്കൂർ പൊതിഞ്ഞ് ഫ്രീസറിൽ വെക്കുക. ഇത് ചുടുന്ന സമയത്ത് ഞാനത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് ഞാനത് കാണിക്കാം. ടൈം ബി ഇപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. താങ്ക് യു. ഓൾറെഡി ഞാൻ പറഞ്ഞു മസാല പുരട്ടി ഞാനിതിപ്പം ഒന്ന് പൊതിയാനായിട്ട് പോവാണ്. പൊതിഞ്ഞ് വേണം എനിക്കിത് ഫ്രീസറിലോട്ട് 30 മിനിറ്റ്സ് വെക്കാൻ. 30 മിനിറ്റ്സ് വെക്കാൻ. ഞാൻ ഓൾറെഡി മസാല പുരട്ടി കഴിഞ്ഞു. മാക്സിമം നല്ലതായിട്ട് തന്നെ മസാല പിടിച്ചിട്ടുണ്ട്. പിടിച്ചതിന് ശേഷം
പൊതിയാൻ വേണ്ടിയാണ്. ശരിക്ക് അത് പൊതിയുക, നല്ലതായിട്ട് പൊതിഞ്ഞ് മാക്സിമം നല്ലതായിട്ട് ഞാനിത് പൊതിഞ്ഞു. ഇതിനിപ്പോൾ ഞാൻ അരമണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കും. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ അതെങ്ങനെ ചുട്ടെടുക്കുന്നു എന്നുള്ളത് കാണിച്ചു തരാം. താങ്ക് യു. ഞാൻ പറഞ്ഞായിരുന്നു ഞാനത് ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു. ഇപ്പോൾ ഓൾറെഡി അത് ഗ്രില്ലായി. ഏതാണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, വളരെ വളരെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. വളരെ നല്ല രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതാണ് ആട് ഗ്രില്ല് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നോക്കുക, വെന്തിട്ടുണ്ട്, എന്നാലും മസാലയെല്ലാം കറക്റ്റ് വന്നിട്ടുണ്ട്. ഡിഷ് കാണുമ്പോൾ പറയും ഞാനിത് പൊതിഞ്ഞ് വെച്ചിരുന്നതാണ് ചൂടാൻ വേണ്ടി. മാക്സിമം എല്ലാം വെന്തിട്ടുണ്ട്. നല്ല രുചിയായിരിക്കും. നല്ല സ്മെല്ല് വരുന്നുണ്ട്. മസാല നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. താങ്ക് യു. സീ യു നെക്സ്റ്റ് വീക്ക്.